नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 858. ബദ്ധാത്മാവിനെ തമോ ഗുണത്തിൽ നിന്നു ക്രമേണ രജോ ഗുണത്തിലേക്കും അവിടെ നിന്നു സത്വഗുണത്തിലേക്കും ഉയർത്തുക എന്നതാണു വേദങ്ങളുടെ പ്രക്രിയ. സത്വഗുണത്തിലെത്തുമ്പോൾ വസ്തുക്കളെ അതേ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള പ്രകാശം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിനു, ഭൂമിയിൽ നിന്നു മരമുണ്ടാകുന്നു, മരം കൊണ്ടു തീ കത്തിക്കുന്നു. അഗ്നി ജ്വലിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ പുകയാണ് ആദ്യമുണ്ടാകുന്നത്. തുടർന്ന് ചൂട്, അതു കഴിഞ്ഞ് അഗ്നിയുണ്ടായിക്കഴിഞ്ഞാൽ അതു നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. അപ്പോൾ അഗ്നിയാണ് ആത്യന്തിക ലക്ഷ്യം. സ്ഥൂലമായ ഭൗതിക ജീവിതത്തിൽ തമോ ഗുണമാണു മുന്തി നിൽക്കുന്നത്. പ്രാകൃത ഘട്ടത്തിൽ നിന്നു ക്രമേണ പരിഷ്കൃത ജീവിതത്തിലേക്ക് പരിഷ്കാരത്തിൻ്റെ ക്രമേണയുള്ള പുരോഗതിയിലാണ് തമോ ഗുണത്തിനു നാശം സംഭവിക്കുന്നത്. അങ്ങനെ പരിഷ്കൃത ജീവിതത്തിലെത്തുമ്പോൾ അവൻ രജോ ഗുണ പ്രധാനിയായി തീരുന്നു. പ്രാകൃത ഘട്ടത്തിൽ അഥവാ തമോ ഗുണത്തിൽ വളരെ അപരിഷ്കൃതമെന്നോ പരുക്കനെന്നോ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണു ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത്. രജോ ഗുണത്തിൽ അഥവാ ജീവിതത്തിൻ്റെ പരിഷ്കൃത ഘട്ടത്തിൽ അതു കുറെ കൂടി സംസ്കൃത രൂപത്തിലും, എന്നാൽ സത്വഗുണത്തിലെത്തുമ്പോൾ വികലമായ അവബോധത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ മാത്രമാണു മനസ്സും ഇന്ദ്രിയങ്ങളും ഭൗതിക വൃത്തികളിൽ വ്യാപരിച്ചിരിക്കുന്നതെന്ന് അവനു മനസ്സിലാകും. വികലമായ അവബോധം ക്രമേണ കൃഷ്ണാവബോധമായി മാറുന്നതോടെ മോചനത്തിൻ്റെ മാർഗം തുറന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും നിരപേക്ഷ സത്യത്തെ സമീപിക്കാനാവില്ലെന്നല്ല പറഞ്ഞുവരുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥൂലാവസ്ഥയിൽ നിരപേക്ഷ സത്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പ്രാപ്തമല്ലെന്നും സംശുദ്ധമാക്കപ്പെടുമ്പോൾ നിരപേക്ഷ സത്യം എന്താണെന്നു മനസ്സിലാക്കാൻ അവ പ്രാപ്തമാണെന്നുമാണ് ഇപ്പറഞ്ഞതിൻ്റെ പൊരുൾ. ശുദ്ധീകരണ പ്രക്രിയയെയാണ് ഭക്തിയുത സേവനം അല്ലെങ്കിൽ കൃഷ്ണാവബോധം എന്നു വിളിക്കുന്നത്. വേദജ്ഞാനത്തിൻ്റെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുകയാണെന്നു ഭഗവദ്ഗീതയിൽ പറയുന്നുണ്ട്. പൂർണ്ണമായ സ്വാത്മാർപ്പണം കൊണ്ടു മാത്രമേ കൃഷ്ണനെ അറിയാൻ പറ്റൂ. എന്നാൽ
ഭഗവത്ഗീതയിൽ പറയുന്നത് കൃഷ്ണനെ തന്നെ സദാ സ്മരിക്കണം, കൃഷ്ണനെ പ്രേമപൂർവം സദാ സേവിക്കണം, കൃഷ്ണനെ എപ്പോഴും ആദരിക്കുകയും പ്രണമിക്കുകയും വേണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈ പ്രക്രിയ കൊണ്ട് മാത്രമേ ഈശ്വര സാമ്രാജ്യത്തിലേക്കുള്ള പ്രവേശം ഉറപ്പാക്കാൻ സാധിക്കൂ. ഭക്തിയുത സേവനത്തിലൂടെ സത്വഗുണത്തിൽ ബോധമുദിക്കുമ്പോൾ രജസ് തമോ ഗുണങ്ങളിൽ നിന്നു മുക്തി നേടുന്നു. ഉപനിഷത്തുകൾ എന്നറിയപ്പെടുന്ന വൈദിക സാഹിത്യം അഭ്യസിക്കാൻ അനുവാദം ലഭിക്കുന്നതിനാവശ്യമായ ബ്രാഹ്മണ്യത്തിൻ്റെ ഘട്ടത്തെയാണ് ആത്മനെ എന്ന പദം സൂചിപ്പിക്കുന്നത്. ഉപനിഷത്തുകൾ സർവേശ്വരൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിവിധ രീതിയിൽ വിവരിക്കുന്നു. നിരപേക്ഷ സത്യമായ സർവേശ്വരൻ നിർഗുണനാണ്. അദ്ദേഹത്തിനു ഗുണങ്ങളൊന്നുമില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഗുണങ്ങളുള്ളതുകൊണ്ടു മാത്രമാണ് ബദ്ധാത്മാക്കൾക്കു ഗുണങ്ങളുണ്ടായത്. നിരപേക്ഷ സത്യത്തിൻ്റെ അതീന്ദ്രിയ ഗുണം മനസ്സിലാക്കുകയാണ് ഉപനിഷത്തുകൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം. അല്ലാതെ തമസ്, രജസ്, സത്വം എന്നീ ഭൗതിക ഗുണങ്ങൾ മനസ്സിലാക്കുകയല്ല. അതാണു വൈദിക ജ്ഞാനത്തിൻ്റെ മാർഗം. വൈദിക ജ്ഞാനത്തിൻ്റെ ഈ തത്വങ്ങൾ പിന്തുടർന്നാണ് സനകൻ തുടങ്ങിയ 4 കുമാരന്മാരെ പോലുള്ള മഹർഷിമാർ അമൂർത്ത ജ്ഞാനത്തിൽ നിന്നു ക്രമേണ സർവേശ്വരൻ്റെ മൂർത്തമായ ആരാധനയുടെ വിധാനത്തിലേക്കുയർന്നത്. അതിനാൽ നാം മഹാന്മാരെ പിന്തുടരുകയാണ്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി ആധികാരികവുമാണ്. ഇത്തരം മഹാത്മാക്കളുടെ കാലടികളെ പിന്തുടരുന്നവൻ തീർച്ചയായും വളരെ എളുപ്പത്തിൽ മുക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഒടുവിൽ സ്വന്തം ഗൃഹത്തിലേക്ക്, അതായതു ഭഗവദ്ധാമത്തിലേക്കു മടങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇതാണ് മനുഷ്യജീവിതം സഫലമാക്കി തീർക്കാനുള്ള മാർഗം. ഹരേ കൃഷ്ണ.